ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബിന്ദുസ് ടെറസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ടെറസിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് പയർ നമുക്ക് പറിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ നീളം പയർ, കഴിഞ്ഞ പ്രാവശ്യത്തെ നീളം പയറിൻ്റെ ഒരു വിത്ത് ഉണ്ടായിരുന്നത് കിളുത്ത് നമുക്ക് ഒരു ചുവടേ ഉള്ളത്. ഇതാണ് അതിൻ്റെ ചുവട്, ഒരു ചുവടേ ഉള്ളത്. അതിൽ നമുക്ക് കുറച്ച് പയറുണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 പയർ നമ്മൾ വിത്തിന് വേണ്ടി, ഇത് 2 നമ്മൾ വിത്തിന് വേണ്ടി വിട്ടേക്കുവാണ്. കാരണം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ വിത്തില്ല. അപ്പം എനിക്ക് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് മേടിക്കാനും പറ്റിയില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പറിക്കാം. പക്ഷേ പിന്നെ നമ്മുടെ നാടൻ പയറുണ്ടല്ലോ, ആ സൈഡിൽ നമ്മുടെ നാടൻ പയറുള്ളതിനകത്ത് കുറച്ച് പയർ പറിക്കാനുണ്ട്. എല്ലാം കൂടി ഒരു തോരനുള്ള പയർ കിട്ടും. അപ്പോൾ നമുക്കത് ഇപ്പോൾ പറിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാണ് ലവന്മാർ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ, കുരങ്ങന്മാർ. അതുകൊണ്ട് ഉള്ളതങ്ങ് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം. പിന്നെ അത് തന്നെയല്ല, ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നമ്മുടെ ടെറസിൽ എന്തൊക്കെ പച്ചക്കറികളാണ് നടുന്നത്, എന്തൊക്കെ നമുക്കുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ ടെറസിലുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ എന്തൊക്കെയാണ് നടുന്നതെന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ നട്ട് നമുക്കത് ശീലമായപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇന്ന സമയത്ത് ഇന്നത് കിളുക്കുമെന്ന്. കാരണം ഇപ്പോൾ ചേനയൊക്കെ നമ്മൾ പറിക്കാതെ അവിടെ ഇട്ടേക്കുവാണെങ്കിൽ പോലും അത് ഇപ്പോൾ ഒരു മെയ് മാസം ആകുമ്പോഴത്തേക്ക്, ഏപ്രിൽ കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിക്കിളുത്ത് വരാൻ തുടങ്ങും. അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ആ സമയമാകുമ്പോൾ തന്നെ മുളച്ച് വരും. അതുപോലെ തന്നെ പയർ, എവിടെയെങ്കിലും പയറുമണികൾ വീണ് കിടപ്പുണ്ടെങ്കിൽ അത് ആ ഏപ്രിൽ ലാസ്റ്റോടുകൂടി മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ പയർ കിളുത്ത് വരാൻ തുടങ്ങും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ പയർ നമ്മൾ പറിക്കാൻ പോവാണ്. ഇതിൽ ഈ 2 നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് വിട്ട് കൊടുത്തിരിക്കുകയുണ്ട്. ഇത്രയും നീളമുണ്ട് നമ്മുടെ പയറിന്. നോക്ക്, ഇത് നീളമുണ്ട് പയറിന്. ഇത് നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് 2 നമ്മൾ വിട്ടേക്കാം. പിന്നെ ഈ 2 നമുക്കങ്ങ് പറിച്ചെടുക്കാം. ഇത് കുഞ്ഞതാണ്, അതിപ്പോൾ പറിക്കേണ്ട. പിന്നെ ഇത് ഇവിടെയും കിടപ്പുണ്ട്, വേണ്ട, ഇത് പറിക്കാറായിട്ടില്ല. അത് 2 പിന്നെ പറിക്കാം. പിന്നെ ഇത് പൂവുണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഉണ്ടാകുന്ന പൂവിലെല്ലാം കാ വീഴുന്നുണ്ട്. മുഞ്ഞ കയറിയെങ്കിലും ഉറുമ്പ് വരാത്തതുകൊണ്ടായിരിക്കും പൂ താഴെ പോകുന്നില്ലത്. ഇത് കണ്ടോ, പയറുണ്ടായി വരുന്നുണ്ട്. ആ ഒരു ചുവടാണ്, ഈ ഒരു ചുവട്, ഈ ബക്കറ്റ് നിൽക്കുന്ന ഈ ഒരു ഒറ്റ ചുവടേ ഉള്ളൂ നമുക്ക് ഈ പയർ. അതാണ് ഈ പടന്ന് കയറി കിടക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കിളുത്ത് വരുന്ന ഇതൊക്കെ ഏത് പയറാണെന്നറിയില്ല. ഞാൻ നട്ടതല്ലേ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ വിത്ത്. നമ്മൾ ഈ നെറ്റിൽ നിന്ന് നമ്മൾ ഇതൊക്കെ പറിച്ച് കളയുമല്ലോ, അപ്പം അതിനകത്തുനിന്ന് പയറൊക്കെ വീണിട്ട് നിലത്ത് കിടന്നിട്ട്, അതാണ് ഞാൻ പറഞ്ഞു, അതിൻ്റെ സമയമാകുമ്പോൾ തന്നെ മുളച്ച് വരും. അങ്ങനെ മുളച്ച് വന്നാണിത്. ഇത് നമ്മുടെ ഒരു പടവലം, ഇത് കണ്ടോ, ഇതിനകത്തുനിന്ന് കയറി വരുന്നുണ്ട്. അത് നെറ്റിലെത്തി. പിന്നെ നമ്മുടെ മത്തനാണ്, ഈ പ്രാവശ്യം മത്തനാണ് നമുക്ക് കൂടുതലുള്ളത്. മത്തൻ നമ്മുടെ ഇത് കണ്ടോ, നിറച്ച് മത്തൻ കയറിപ്പോയിട്ടുണ്ട് ഉണ്ട്. പിന്നെ നമ്മുടെ എലിവാലം കാച്ചിൽ, ഇത് കാച്ചിൽ, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടിരുന്നു. അതും അതിൻ്റെ സമയമായപ്പോഴാണ് കിളുത്തത്. എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ഞാൻ കുഴിച്ചിട്ടതാണ്. കിളുത്ത് വന്നു അതിൻ്റെ സമയമായപ്പോഴാണ്. പിന്നെ നമ്മുടെ കരിവേപ്പ്, നമ്മുടെ മാവ് മേടിച്ച് വെച്ചിട്ട് അതേ പൂവോടുകൂടി കിട്ടിയതായിരുന്നു. പക്ഷേ ഒറ്റെണ്ണം പോലും കണ്ണിമാങ്ങ ആയി വന്നായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു ആന്തി വന്ന കാരണം ഒരു ഭയങ്കര കാറ്റ് വന്നപ്പോഴത്തേക്ക് അതെല്ലാം പൊഴിഞ്ഞു പോയി. പിന്നെ നമ്മുടെ ചിക്കു എല്ലാം പൂവിട്ടിട്ട് ഇപ്രാവശ്യം പൂവെല്ലാം അടന്നു പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല, ചൂടിൻ്റെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ. കുറച്ചൊക്കെ പൂക്കൾ ആയി വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം മത്തന കയറി കിടക്കുന്നുണ്ട്. നമ്മുടെ പഴയ കരിവേപ്പ്, നമ്മളൊരു കുക്കുംബർ, ഇത് നമ്മുടെ കുക്കുംബറിനകത്ത് കുക്കുംബർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വേണ്ട, കുക്കുംബർ ഉണ്ടോ, കുറേശ്ശെ എല്ലാം ഉണ്ടായി വരുന്നുണ്ട്. ഇത് ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് വേണം വീഡിയോ എടുക്കണം. ഇതുണ്ട്, ഇത് നമ്മുടെ മത്തൻ കയറി കിടക്കും. 2 സൈഡിൽ നിന്നുള്ള മത്തനാണ് കയറി കിടക്കുന്നത്. പയർ ഇവിടെ വന്നിട്ടും ഉണ്ടായി കിടക്കുന്നുണ്ടോ. അതെല്ലാം ചോടിൻ്റെ ആ വള്ളി പടന്നു വന്നിരിക്കുന്ന ഇത് മത്തൻ പൂവൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ ഒരു മത്തങ്ങയും ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, മത്തങ്ങ. നമ്മുടെ പ്ലാവിലുണ്ടായിരുന്ന 2 ചക്കയും അതും അടന്നു പോയി കേട്ടോ. അത് 2ഉം പഴുത്ത് വീണു താഴെ, എന്താണെന്നറിയില്ല. പിന്നെ നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ചേമ്പ് ഉണ്ടോ, ചേമ്പുണ്ട് നമുക്ക്, ചേനയുണ്ട് നമുക്ക്, ഉണ്ടോ. ഇതൊക്കെ കിടന്നിട്ട് തന്നെ മുളച്ച് വന്നാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറിക്കായിട്ടിരുന്നത് മുളച്ച് വന്നാണ്. പിന്നെ നമ്മൾ നട്ടിരുന്ന കസ്തൂരി മഞ്ഞൾ, ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇനി കയറിപ്പോകുന്ന പീച്ചിലാണ്. പീച്ചിലുണ്ട് കുമ്പളം, ചേന, ചേമ്പ്, മത്തൻ, പയർ, പടവലം, കരിവേപ്പ്, പ്ലാവ്. പിന്നെ നമുക്ക് ചീരയുണ്ട് നമുക്ക്. ഇതൊക്കെ ചീരയാണ്, നമുക്ക് പലതരം ചീരയാണ്. ഇത് നമ്മുടെ ബ്ലാത്താങ്കര, നിങ്ങളെ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടില്ലേ, ബ്ലാത്താങ്കര ചീര. നമ്മൾ ചെത്തിയെടുത്ത് കഴിഞ്ഞ് 2ാമത് പൊട്ടിക്കെളുത്ത് വരും. അത് കണ്ടോ, അത്. പിന്നെ ഇതിനകത്ത് ഞാൻ പറയില്ല, പുതുവചാറിയിൽ നിന്ന് കൊണ്ടുവന്ന് കുറേ മത്തൻ്റെ കുരു ഇട്ട് അതെല്ലാം കിളുത്ത്, അതെല്ലാം വള്ളി വീശി തുടങ്ങി. ഇവർക്ക് കയറ് കെട്ടി കൊടുക്കണം. കണ്ടോ,
നിറച്ച് വള്ളി വീശിയിട്ടുണ്ട്. ഇവനെ താഴോട്ട് പടത്താത്ത എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ടെറസിൻ്റെ മുകളിൽ ചൂട് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എലി ഓടി നടക്കും. എലി ഓടുമ്പം ഇതിനകത്ത് കുഞ്ഞി കാവിടുമ്പോൾ അതിലൊക്കെ കടിക്കും. മുകളിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നെറ്റിലേക്ക് കയറ്റി വിടുന്നത്. ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കസ്തൂരി മഞ്ഞളാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ മുരിങ്ങ കുരങ്ങൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം പൊട്ടിക്കെളുത്തിട്ടുണ്ടാവും. കേട്ടോ, നിറച്ച് പൊട്ടിക്കെളുത്തിട്ട് വരും. ഇതിനകത്ത് എന്തൊക്കെയോ വിത്തുകൾ കൊണ്ടിട്ട് എല്ലാം കിളുത്ത് കയറി വരുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ്. അതും മധുരക്കിഴങ്ങ് മേടിച്ചിട്ട് അതിൻ്റെ മൂടി ചെത്തിയപ്പോഴും കണ്ട് ഇതിനകത്ത് കൊണ്ടിട്ടല്ല, ഞാൻ നട്ടതൊന്നുമല്ല അതും ശരിക്കും പറഞ്ഞാൽ. ഇത് കാച്ചിൽ. പിന്നെ നമുക്ക് ചീര ഇവിടെ കുറച്ചുണ്ട്. ഇതൊരു കുക്കുംബറാണ്, ഇതൊരു കുക്കുംബർ, ചീര. നമ്മുടെ വാഴ, നമ്മുടെ വാഴ ഇത്രയും കണ്ടോ, അത് ചൂട് കണ്ടോ, അങ്ങനെ ഇത്രയും വലുതായി നമ്മുടെ വാഴ. ചെങ്കതലി കണ്ടോ, ഓരോരോ കൂമ്പെടുത്തെടുത്തെടുത്ത് വലുതായി അവർ വരുന്നുണ്ട്. കണ്ടോ നമ്മുടെ വാഴ. നമ്മുടെ തുളസി, ഇതൊക്കെ നമ്മുടെ തുളസി. പിന്നെ ഈ സൈഡിലാണ് നമുക്കിനി കുറച്ച് പയർ പറിക്കാനുള്ളത്. കേട്ടോ, ഇത് ഈ നീളം പയറെന്ന് പറയാം, പക്ഷേ ഇത്രയും നീളം വരുന്നില്ല. ഇത് കണ്ടോ, എന്നാലും പയർ വേറെ ടൈപ്പിലെ പയറാണ്. അത് നമുക്ക് പറിക്കാറായിട്ടുണ്ട്. ഇതിലൊക്കെ നിറച്ച് പയറുണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇതുണ്ടോ, മുന്നേ നോക്കിക്ക്. കണ്ടോ, മുന്നേ നോക്ക്, കയ്യെ നോക്ക്. എൻ്റെ ശരിക്കും നമുക്ക് തൊടുമ്പോൾ അറപ്പ് വരും ഇത് കാണുമ്പോൾ. പിന്നെ കഴുകിയെടുക്കുമ്പോൾ അതങ്ങ് പൊക്കോളും. ഇതുണ്ടോ, മുന്നേ അപ്പിടിതേ പയർ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത്, എന്നോടൊരു കൂട്ടർ പറഞ്ഞതാണ്, സോപ്പ് പൊടിയും പിന്നെ മഞ്ഞപ്പൊടിയും കൂടെ കലക്കിയിട്ട് തളിച്ച മുഞ്ഞിക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ തളിച്ചതാണത്. ഞാൻ ഇലയിലൊക്കെ തളിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ തളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഇത് കണ്ടോ, എൻ്റെ പയറെല്ലാം മഞ്ഞ കളറായിട്ട് വന്നിരിക്കുന്നു. നോക്കിക്ക് ഇല, എനിക്ക് പേടിയാവുന്നു. അത് ഉണങ്ങി പോകുമെന്നൊരു പേടി. കണ്ടോ, അത് ആ ഇലയെ തളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മഞ്ഞ കളറായി. ഈ പയർ മൂത്ത് പോയി, അതവിടെ കിടക്കട്ടെ. നമുക്ക് ഉള്ളത് നമുക്ക് പറിച്ചെടുത്തേക്കാം. കൈ ഒന്ന് കഴുകട്ടെ. കയ്യിലെല്ലാം നിറച്ച് മുഞ്ഞയുടെ അത്. ഈ 2 പയർ ഇവിടെ കിടന്ന് പഴുത്തിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. അതെന്താ പറയുക, വീഡിയോ എടുക്കണം, കുറച്ച് ദിവസം വീഡിയോ എടുത്തിട്ട് ഇത് പറിക്കാമെന്ന് വിചാരിച്ചിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റണില്ലായിരുന്നു. അമ്പലവും ഉത്സവവും ഒക്കെ ആയിട്ട് നടക്കുന്ന കാരണം ഒന്നിനും സമയം കിട്ടിയില്ല. നമുക്കൊരു തോരനുള്ള പയറുണ്ട്. നമ്മുടെ ചുമലപ്പയർ കണ്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കുണ്ടായിരുന്ന ചുമലപ്പയർ. ഇവിടെയും കിടക്കുന്നത് കണ്ടോ ചുമല. എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ എനിക്ക് തികഞ്ഞിട്ടില്ല. ഒത്തിരി നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട്. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എല്ലാവരും യൂട്യൂബിലൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം, ആഡ് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ 1000 പേര് തികഞ്ഞെങ്കിലല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ 606 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്കായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കും.